ഞാൻ CPM-ന്റെ മുതിർന്ന ഒരു നേതാവായിട്ടുള്ള ശ്രീ SS ബിജുവിനെ ഈ സന്ദർഭത്തിൽ ഇവിടെ അദ്ദേഹത്തെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. SS ബിജു എനിക്ക് തൊട്ടടുത്തിരിക്കുന്ന ആളാണ്. സൈനിക് സ്കൂൾ വാർഡിൽ ഈ കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം CPM-ന്റെയും ഇടതുപക്ഷത്തിൻ്റെയും സ്ഥാനാർത്ഥിയായിരുന്നു. അദ്ദേഹം ദീർഘകാലത്തെ CPM-ന്റെ പ്രവർത്തന പാരമ്പര്യമുള്ള ഒരാളാണ്. ആർട്സ് കോളേജിൽ അദ്ദേഹം വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് കോളേജ് യൂണിയൻ കൗൺസിലറും ചെയർമാനുമായിരുന്നു. അതിനുശേഷം 17 വർഷക്കാലം 24ാമത്തെ വയസ്സ് തൊട്ട് 17 വർഷക്കാലം കഴക്കൂട്ടം ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു. അതിനുശേഷം അദ്ദേഹം ഏരിയ സെക്രട്ടറിയുടെ ചുമതല വഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗവും ഏരിയ സെൻറ്ററിൽ പ്രവർത്തിക്കുന്ന ആളും എന്നുള്ള നിലയിൽ കഴക്കൂട്ടം മണ്ഡലത്തിലെ CPM-ന്റെ നെടുന്തൂണുകളിൽ ഒരാളായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് അദ്ദേഹം. കാരണങ്ങൾ എന്തുകൊണ്ടാണ് അദ്ദേഹം ആ പാർട്ടിയിൽ നിന്ന് വിട പറയാൻ തീരുമാനിച്ചത് എന്ന് അദ്ദേഹം പറയും. ഏതായാലും ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വരാൻ അദ്ദേഹം എടുത്തിട്ടുള്ള തീരുമാനത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തെ ഔപചാരികമായിട്ട് പ്രസിഡന്റ് സ്വീകരിക്കും. അതിനു മുമ്പ് അദ്ദേഹം വിശദീകരിച്ചതിന് ശേഷം ബഹുമാന്യനായ സംസ്ഥാന പ്രസിഡന്റ്, ബഹുമാനപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, ശ്രീ മുരളിച്ചേട്ടൻ പറഞ്ഞതുപോലെ ദീർഘകാലം CPM-ൽ പ്രവർത്തിച്ചിട്ട് ഒരു മാറ്റം പൊതുപ്രവർത്തന മേഖലയിൽ ഒരു മാറ്റം ഉണ്ടാവണം എന്ന് ഉടനെ തോന്നിയതല്ല. കുറേ കാലം CPM-ന്റെ ഉള്ളിലെ തന്നെ വിഭാഗീയതയുടെ ഒരു വലിയ ഇരയായിരുന്നു ഞാൻ. അതിനകത്തു നിന്നുള്ള വിഭാഗീയതയെ ചെറുത്ത് സത്യസന്ധമായി CPM രൂപീകരിച്ചത് എന്തിനാണോ ആ നിലപാടുകളിൽ നിന്ന് വ്യതിയാനം വരാതെ ആ നിലപാടുകളിൽ ഉറച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം പാർട്ടിക്കകത്ത് കഠിനമായി നടത്തേണ്ടതായിട്ട് വന്നു. അത് നടത്തുന്നതുകൊണ്ട് വിഷമമില്ല. കാരണം എന്തിനാണോ പാർട്ടി രൂപീകരിച്ചത് ആ പാർട്ടി രൂപീകരിച്ചതിൻ്റെ ലക്ഷ്യം അതിൽ നിന്ന് ഒരു കേഡർ അകന്നു പോകാൻ പാടില്ല എന്നുള്ള ശാഠ്യം കൊണ്ടാണ്. അത് ന്യായമായും ഒരു കമ്മ്യൂണിസ്റ്റ് കേഡറിന് ഉണ്ടാവേണ്ടതാണ് എന്നാണ് ഞാൻ വിശ്വസിച്ചത്. പക്ഷേ അങ്ങനെയല്ല. നിങ്ങളിപ്പോൾ കാണുന്ന കാഴ്ചകൾ കണ്ടില്ലേ? കഴിഞ്ഞ അടുത്ത ദിവസങ്ങളിൽ എത്രയോ ജനകീയ സമരങ്ങൾ നടത്തിയവരാണ് CPM. ഇപ്പോൾ പാർട്ടി മെമ്പർ പോലും അല്ലാത്ത ആളുകൾക്ക് വേണ്ടി നിയമാനുസൃതമായി കോടതിയും അതുപോലെ തന്നെ അന്വേഷണ ഏജൻസികളും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ മനസ്സില്ല എന്ന് പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ട് എത്തിക്കുവാൻ ഒരു മടിയുമില്ലാതായിരിക്കും. അതല്ലേ നമ്മൾ കണ്ടത്. ഇപ്പോൾ കാണുന്നത് കോളേജ് തുറക്കുന്നു. ജൂൺ മാസം കോളേജുകളും സ്കൂളുകളും തുറന്നു. ഈ കുട്ടികൾ ആർക്ക് വേണ്ടിയിട്ടാണ് സമരം ചെയ്യേണ്ടത്? എന്ത് ആദർശത്തിന് വേണ്ടിയിട്ടാണ്? ന്യായമായിട്ടുള്ള ആദർശത്തിനും രാജ്യത്തിനും രാജ്യത്തെ സാധാരണ ജനങ്ങൾക്കും തൊഴിലാളികൾക്കും വേണ്ടി സമരം ചെയ്ത് മരിക്കാൻ ഒരു മടിയുമില്ലാത്തവരായിരുന്നു ഞങ്ങളെല്ലാം ചെറുപ്പക്കാലത്ത്. തോളോട് തോൾ ചേർന്ന് നിന്ന് പരസ്പരം വിശ്വസിച്ച് എത്രയോ ജനകീയ സമരങ്ങൾ. പക്ഷേ ഇന്ന് ഈ സമരങ്ങൾ കാണുമ്പോൾ ഇതെന്തിനു വേണ്ടിയിട്ടാണ്, ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് എന്ന് ചോദ്യം ഉയരുന്നു. ഇനി ഒട്ടും വൈകേണ്ട കാര്യമില്ല. രാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്കും സംസ്ഥാനത്തിൻ്റെ അഭിവൃദ്ധിക്കും ആണ് പൊതുപ്രവർത്തന രംഗത്ത് പ്രാധാന്യം കൊടുക്കുന്നത് എങ്കിൽ ഒരു മനസാക്ഷിക്കുത്വം ഇല്ലാതെ സത്യസന്ധമായി BJP-യുടെ പുറത്തു നിന്ന് ഈ കാര്യങ്ങൾ ചെയ്യാം എന്ന് തീരുമാനിക്കുകയാണ്. സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി ഷോൾ അണിയിച്ച് ശ്രീ SS ബിജുവിനെ BJP-യിൽ അംഗത്വം നൽകി. ശ്രീ V മുരളീധരൻ ഷോൾ അണിയിക്കും. പാർട്ടിയുടെ തിരുവനന്തപുരം സിറ്റി ജില്ലാ പ്രസിഡന്റ് ശ്രീ കരമന ജയൻ. ശ്രീ BB ഗോപകുമാർ MLA.
നന്ദി. ശ്രീ SS ബിജുവിന് BJPയിലേക്ക് സ്വാഗതം ചെയ്തിരിക്കുന്നു. പാർട്ടിയുടെ കഴക്കൂട്ടം മണ്ഡലം പ്രസിഡന്റുമാരായിട്ടുള്ള ശ്രീ സുനിൽ, ശ്രീമതി ദിവ്യ, പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗം ശ്രീ ഒറ്റൂർ മോഹൻദാസ്. ഇപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.